ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, അത് തന്നെ സംഭവിച്ചു. നമ്മൾ പെട്ടെന്നൊരു ദിവസം എക്സസൈസ് ഒക്കെ ചെയ്തു തുടങ്ങുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലായിരിക്കില്ല നമ്മുടെ ശരീരം പ്രതികരിക്കുന്നത്. വള്ളിച്ചാട്ടവും ഡയറ്റിങ്ങും നടത്തവും മഴയും കാലാവസ്ഥയും എല്ലാം കൂടി വന്നതുകൊണ്ടായിരിക്കാം എനിക്ക് ത്രോട്ട് ഇൻഫെക്ഷനാണ്, സംസാരിക്കാൻ ഇത്തിരി പ്രയാസമാണ്. ഈ ഫിറ്റ്നസ് ചലഞ്ചൊക്കെ ഞാനായിട്ട് തുടങ്ങിയതാണ്. അതുകൊണ്ട് തന്നെ ഏത് വിധേനയും ഈ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തമാണ്. മോട്ടിവേഷനൊന്നും ഇല്ലാതെ ശോകമടിച്ചിരുന്നപ്പോൾ ഈ വേദനയും പ്രയാസവും ശ്വാസം മുട്ടലും കാരണം മുന്നോട്ടേക്ക് പോവില്ല എന്ന് വിചാരിച്ചപ്പോഴാണ് ഒരു അഭ്യുതകാംക്ഷി എന്നെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു കമൻ്റ് ഇട്ടത്. കുറിച്ച് വെച്ചോ മെയ്മോളെ, ഈ പ്രാവശ്യവും നിൻ്റെ ഈ ചലഞ്ചൊക്കെ 8 നിലയിൽ പൊട്ടുമെന്നാണ് ശ്രീമാൻ പറഞ്ഞത്. എന്നെ അടുത്തറിയാവുന്നവർക്കറിയാം, എന്നെ വെല്ലുവിളിച്ചാൽ എൻ്റെ രക്തം നന്നായിട്ട് തിളയ്ക്കും. പിന്നെ എന്ത് വില കൊടുത്തും ഞാൻ ആ കാര്യം ചെയ്തിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് ഈ പ്രാവശ്യത്തെ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യാൻ ഈ വെല്ലുവിളി എനിക്ക് ധാരാളമാണ്. വരുന്ന ദിവസങ്ങളിൽ 75 ഡേയ്സ് സോഫ്റ്റ് ചലഞ്ചും പിന്നീട് അങ്ങോട്ടേക്ക് 75 ഡേയ്സിൻ്റെ ഹാർഡ് ചലഞ്ചുമാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. എൻ്റെ ചലഞ്ചിൻ്റെ അത്യാവേശം കാരണം ബൈബിള് വായിക്കുന്നത് വീഡിയോ എടുക്കാൻ മറന്നുപോയി. മാത്രവുമല്ല രാവിലെ കറണ്ട് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ കറണ്ട് വരുന്നത് കാത്തിരുന്നിട്ട് പിന്നീട് അവസാനം വീഡിയോ എടുക്കാൻ മറന്നുപോയി എന്നുള്ളതാണ് സത്യം. പക്ഷെ നിങ്ങൾ എന്നെ വിശ്വസിക്കൂ, ഇന്നേ ദിവസം ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യാൻ എനിക്ക് സാധിച്ചു. ഹായ്, ഞാൻ മെയ്മോൾ, പൈനാടത്ത് ഡേവിസ്. എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെയാണ് ബസ് റൂട്ട്. പക്ഷേ ഞാൻ ജസ്റ്റ് നടന്നു പോവുകയാണ് കനാലും മണ്ടേക്കൂടെ. എന്നിട്ട് നടന്നില്ലേ അപ്പം എന്താണെങ്കിലും ഒരു 100 കാലറിയൊക്കെ ഊർജ്ജം വേസ്റ്റായി കാണുമല്ലോ. മഴയാണെങ്കിൽ അപ്പം 100 കാലറിയൊക്കെ ഊർജ്ജം വേസ്റ്റായി കാണുമല്ലോ. അതിന് നമ്മൾ ചായക്കട കയറി ഒരു ചായയും പിന്നെ എന്താ ഒരു പഴവും കഴിക്കും.